1985 മുതൽ കേരളത്തെ ആകെ വിറപ്പിക്കുന്ന പ്രമാദമായ പള്ളി സൈക്കിൾ മോഷണ കേസിന്റെ വിസ്താരം ആരംഭിക്കുകയാണ്. പ്രതി എത്തിത്തോപ്പിൽ ഔസേപ്പച്ചൻ മകൻ ആന്റണി, വയസ്സ് 25, ഹാജരുണ്ടോ? വാദി കൊച്ചുപുരയ്ക്കൽ മീൻകാരൻ കൊച്ചുപൈലി മകൻ വർഗീസ് കുട്ടി, വയസ്സ് 30, ഹാജരുണ്ടോ? ഞാൻ മടുത്തു. ഐ ആം സഫോക്കേറ്റിംഗ്. ശ്വാസം മുട്ടുന്നു. ഈ കേസ് വാദിച്ച് ഞാൻ മടുത്തു. ഇത്തവണയെങ്കിലും ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ച് തന്നില്ല എങ്കിൽ ഞാൻ ഈ കോടതിയുടെ വരാന്ത കിടക്കില്ല, യുവർ ഓണർ. ഈ നിൽക്കുന്ന 1978 ഡിസംബർ മാസം 31-ാം തീയതി എന്റേത് മാത്രമായ ഒരു പുതിയ ഹെർക്കുലീസ് സൈക്കിളിൽ ഞാൻ പള്ളിയിലേക്ക് പോയി. ദൈവവിശ്വാസിയായ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അതുവഴി വീണ്ടും കച്ചവടത്തിലേക്ക് പോവുകയും പതിവായിരുന്നു. അന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം തിരിച്ചു വന്ന ഞാൻ സൈക്കിൾ കണ്ടില്ല. ഉദ്ദേശം എത്ര മണിക്കാണ് സൈക്കിൾ നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് മനസ്സിലായത്? 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതെന്താണ് അത്രയും താമസിച്ചു പോയത്? സൈക്കിൾ ആവശ്യം വരുമ്പോഴേ നോക്കുന്നത്. നമ്മൾ സൈക്കിൾ കെട്ടിപ്പിടിച്ചോണ്ട് മറങ്ങുമോ? എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. എവിടെ? അങ്ങ് പള്ളിയിൽ. അല്ല, അങ്ങ് പള്ളിയിൽ പോയല്ലേ അന്വേഷിക്കുന്നത്? പള്ളിയിൽ വെച്ചല്ലേ സൈക്കിൾ നഷ്ടപ്പെട്ടത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ സൈക്കിൾ പഴയപടി അവിടെ തന്നെ ഇരിക്കുന്നു. സൈക്കിള് തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് പിന്നെ എന്തിനായി കേസ്? അവിടെയാണല്ലോ കുഴപ്പം. ഈ സൈക്കിൾ എനിക്ക് തിരിച്ചു തന്നത് ആരാണ്? കർത്താവ്. അതുകൊണ്ട് കർത്താവിന്റെ അടുത്ത് കയറി ഒരു സ്തോത്രം പറഞ്ഞിട്ട് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് സ്തോത്രം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സൈക്കിൾ കാണുന്നില്ല. എന്നിട്ട് നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തോ? ഇല്ല. കാരണം പോയതോ പോയി. ഇനിയിപ്പോ പോലീസായി, കോടതിയായി, വക്കീലായി, ജഡ്ജിയായി എന്തിനായി കയ്യിരിക്കുന്ന കാശ് പോന്നെന്ന് വിചാരിച്ചു. എന്നിട്ട് എപ്പോഴാ നിങ്ങൾ സൈക്കിൾ കണ്ടത്? ഒരു 3, 4, 5, 6, 8 മാസങ്ങൾക്ക് ശേഷം ഈ നിൽക്കുന്ന പ്രതി അവന്റെ ഭാര്യയെ ലോഡിരുത്തി ഇതേ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്തോണി, നിനക്കിത് ചേർന്നതാണോ? നീ എന്റെ സൈക്കിൾ ഇങ്ങ് തിരിച്ചതാ. ഇത് തെറ്റല്ലേ? ഇത് പോലീസായി, വക്കീലായി, കോടതിയായി, ജഡ്ജിയായി, നിനക്ക് നാണക്കേടല്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രതി എന്റെ മുഖത്ത് നോക്കി പറയാണ്, കോടതി ഒരു പുല്ലുമല്ല, ജഡ്ജി എനിക്ക് മണ്ണാങ്കട്ടയാണെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും അവനെ ഉപദേശിച്ചു, നീ ഒന്നുകൂടി ആലോചിക്കൂ, എന്റെ സൈക്കിൾ തിരിച്ചു കഴിയും തോണിയെന്ന്. അപ്പോൾ നീചനും ക്രൂരനും ആരോഗ്യ ദൃഢഗാത്രനുമായ ഇവനും ഇവന്റെ ഭാര്യയും ചേർന്ന് എന്നെ അതിക്രൂരമായി മർദ്ദിച്ചു. 7 മാസം ഞാൻ ആശുപത്രിയിൽ കിടന്നു. അതിനുശേഷം എന്റെ കൈ പൊക്കാൻ കഴിയുന്നില്ല. എന്താണ് കൈക്ക് തകരാറ്? കൈക്ക് തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ കൈ ഇത്ര മാത്രമേ പൊക്കാൻ കഴിയുന്നുള്ളൂ. പണ്ട് ഇത്രയും സാധിക്കുമായിരുന്നു? പണ്ട് ഇത്ര വരെ പൊക്കാമായിരുന്നു. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയായ സ്ഥിതിക്ക് വള്ളം ഊന്നിയും വലയെറിഞ്ഞുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവനെ ശിക്ഷിച്ച് എന്റെ സൈക്കിൾ തിരിച്ചു വാങ്ങി തരണമെന്നും അവന്റെ ഭാര്യയ്ക്ക് താക്കീത് കൊടുക്കണമെന്നും ഞാൻ അപേക്ഷിച്ചുള്ളൂ. വാദിഭാഗം വക്കീലിന് പ്രതിയെ ക്രോസ് വിസ്തരിക്കാം. അത് വേണോ യുവർ ഓണർ? ഓർഡർ, പ്രൊസീഡ്. നിങ്ങളുടെ പേരെന്താണ്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമല്ലേ. എന്റെ പേര് അറിഞ്ഞൂടെ? ആന്റണി. ക്രിസ്തുമത വിശ്വാസിയാണോ? ആന്റണി എന്ന് പറഞ്ഞ വേറെ മതം, ക്രിസ്തുമതം അല്ലാതെ. കുറ്റം ഏൽക്കുന്നോ? ചെയ്യാത്ത കുറ്റം എങ്ങനെയായിരിക്കും?
ദിവസവും പള്ളിയിൽ പോകാറുണ്ടോ? ഇതെന്തോന്ന് ചോദ്യം? പിന്നെ ദിവസം പള്ളി ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകും. 2 വർഷത്തിന് മുമ്പുള്ള ഒരു സെപ്റ്റംബർ മാസം പള്ളിയുടെ മുൻവശത്ത് വെച്ചിരുന്ന എന്റെ വാദിയുടെ സൈക്കിൾ നിങ്ങൾ മോഷ്ടിച്ചില്ലേ? എന്തോന്ന്? സൈക്കിൾ. സൈക്കിളാ? സൈക്കിൾ, അതെ സൈക്കിൾ. സൈക്കിൾ എന്താണ്? സൈക്കിൾ എന്താ? സൈക്കിളാ? അയ്യോ, എനിക്കൊരു മൈക്കിളിനെ പരിചയം. മൈക്കിൾ. യുവർ ഓണർ, ഈ മൈക്കിൾ പ്രയോഗം തന്നെ ഇയാളുടെ കള്ളത്തരത്തിന്റെ തെളിവാണ്. ഇയാൾക്ക് സൈക്കിൾ എന്തെന്ന് അറിയില്ല പോലും. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല സൈക്കിൾ. ഇയാൾക്ക് സൈക്കിൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം മതി പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ. Shall I proceed, Your Honor? Yes, proceed. ചവിട്ടിയാൽ ഉരുളുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചവിട്ടിയാൽ ഉരുളുന്ന ഒരു സാധനം. ആ, Your Honor, എന്താ പറയൂ? ഈ പന്ത്. അതല്ലടോ. പിന്നെ ഇങ്ങനൊരു ഹാൻഡിൽ, ആ, ഒരു സീറ്റ്, ആ, അതിൽ കയറി ഇരുന്ന് സഞ്ചരിക്കുന്ന ഒരു സാധനം ആ, അത് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. Your Honor, ഈ Yes, yes, proceed. ഓട്ടോ ഓട്ടോ. ഛെ, ഓട്ടോയ്ക്ക് 3 വീലില്ലേ? ആ, ഇത് 2 വീലുള്ള റോഡേ കൂടി സഞ്ചരിക്കുന്ന ഒരു സാധനം, ചവിട്ടുന്ന സാധനം. ആ, അത് കണ്ടിട്ടുണ്ട്. ആ, Your Honor, Yes, proceed. ഈ സ്കൂട്ടർ. ഛെ, അത് ഇന്ധനം ഒഴിച്ചെങ്കിലല്ലേ ഓടുള്ളൂ. എന്തോന്ന്? പെട്രോൾ, ഡീസൽ, ആ. അതൊഴിച്ചെങ്കിലല്ലേ അത് ഓടുള്ളൂ. ആ. ഇത് പെട്രോൾ ഇല്ലാതെ 2 വീലിൽ റോഡിൽ കൂടി പോകുന്ന ഒരു വാഹനം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, അതെനിക്കറിയാം. ആ, പറയൂ Your Honor. അത് ഈ Yes, പറയൂ. കാളവണ്ടി. ആ, കാളവണ്ടി ഉരുളവണെങ്കിൽ കാള വേണ്ടേ? വലിയ ആൾക്കാർക്ക് പിടിച്ചോണ്ട് ഇങ്ങനെ പോകാൻ കാള ഇല്ലാതെ. Your Honor, ഇത് കാളയില്ലാതെ ഇന്ധനമില്ലാതെ റോഡേ കൂടി സഞ്ചരിക്കുന്ന ഒരു വണ്ടി. ആ, അതെനിക്ക് മനസ്സിലായി. റിക്ഷ. റിക്ഷ. ആ, ഛെ. ഏറ്റവും വേഗത കൂടിയ വാഹനം ഏതാണ്? പ്ലെയിൻ ആണ്. പ്ലെയിൻ ആര് പറഞ്ഞു? പിന്നെ റോക്കറ്റ്. Your Honor, പ്രതിക്ക് റോക്കറ്റിനെ കുറിച്ച് അറിയാം, സൈക്കിളിനെ കുറിച്ച് അറിയില്ല. പ്ലെയിൻ റോക്കറ്റ്. രണ്ടാമത്തെ വേഗത കുറഞ്ഞ വാഹനം അത് സാറ് പറഞ്ഞ തന്നെ. പ്ലെയിൻ. ആ, മൂന്നാമത്തേത് ഈ കരയെ കൂടെ. കരയെക്കൂടെ. അത് ഈ ട്രെയിൻ. ആ, അതിന് താഴെ. ബസ്. അതിന് താഴെ. കാർ. അതിന് താഴെ. സ്കൂട്ടർ. അതിനും താഴെ. ലൂണ. ലൂണ. ഏ? ലൂണ. അയ്യോ, Your Honor, അതിനും താഴെ. Yes, പറയൂ, പറയൂ. അതിനും താഴെ. അതിനും താഴെ. അതിനും ലൂണയ്ക്കും താഴെ. ഇങ്ങനെ സാധാരണക്കാരന്റെ വാഹനം. വള്ളം. 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 Don't be despondent. Come on, proceed. Don't waste time. നിങ്ങളുടെ വീട്ടിൽ അടിക്കടി കത്തുകൾ വരാറുണ്ടോ? ആ, കത്തൊക്കെ വരാറുണ്ട്. ആരാണ് കൊണ്ടുവരുന്നത്? ആരാണ് സാധാരണ കത്ത് കൊണ്ടുവരുന്നത്? കത്ത് കൊണ്ടുവരുന്ന പോലീസുകാരനാണോ, പോസ്റ്റ്മാൻ അല്ലേ? ആ, അപ്പൊ അറിയാനല്ലേ. എങ്ങനെയാണ് അയാൾ കത്ത് കൊണ്ടുവരുന്നത്? Your Honor, Your Honor, എങ്ങനെയാണ് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കത്തുകൾ കൊണ്ടുവരുന്നത്? അയാള് അയാള് ആ, അയാള് ആ, അയാള് Your Honor, നടന്നുകൊണ്ട് തരും. ചവിട്ടിയാ കറങ്ങുന്ന വീലുള്ള എന്തെങ്കിലും ഒരു യന്ത്രത്തിന്റെ പേര് പറയാമോ? ആ, അത് മനസ്സിലായി. നമ്മൾ ചവിട്ടുമ്പോ ചവിട്ടുമ്പോ കറങ്ങുന്ന ഒരു യന്ത്രം. It is going to be close. തയ്യൽ മെഷീൻ. തയ്യൽ മെഷീൻ. Come on, proceed. ഞാൻ ഈ കേസിൽ നിന്ന് പിൻവാങ്ങുന്നു. ഈ മനുഷ്യര് ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനമാണോ? ആ, മനുഷ്യര് ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനം. ആ, കേറി ഇരുന്ന് മനുഷ്യര് ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനം. അതായത് ഇപ്പൊ ഒരു മനുഷ്യൻ കയറി ഇരുന്ന് ഇങ്ങനെ ചവിട്ടും. ചവിട്ടുമ്പോ കറങ്ങും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. Case is going to be closed. അത് ഞാൻ കണ്ടത്തിൽ കണ്ടിട്ടുണ്ട്. ആ, കണ്ടത്തിലും കാണാം. കണ്ടത്തിൽ എന്തിനാണ്? പാടത്ത് ഈ നമ്മളെ ഈ അപ്പുറത്തെ പാടത്തിന് വെള്ളം കുറവാണെങ്കിൽ ഇപ്പുറത്തെ പാടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ മോളിൽ കയറി വെള്ളം തേടി വെള്ളം കിടക്കുമോ? അതെ. Your Honor. അതല്ലേ
ഞാൻ പിൻവാങ്ങുന്നു യുവർ ഓണർ. ഞാൻ നിരുപാധികം പിൻവാങ്ങുന്നു. യുവർ ഓണർക്ക് ഇഷ്ടം പ്രകാരമാതിരി ഇവരെ ശിക്ഷിക്കാം. ഐ എം സോറി. Yes, I am going to declare my judgment. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. സൈക്കിൾ എന്താണെന്ന് പോലും അറിയാത്ത ഈ നിഷ്കളങ്കനായ ആന്റണിയുടെ മേൽ മനഃപൂർവ്വം കെട്ടിച്ചുമച്ചതാണ് ഈ കേസ് എന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു. അതിനാൽ ആന്റണിയെ വെറുതെ വിട്ടുകൊണ്ടും വാദിയെ 1000 രൂപ പിഴയും 6 മാസം കണ്ണുതടവും ലഭിച്ചു. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നിഷ്കളങ്കനാണെന്ന് കണ്ടുപിടിച്ചല്ല. അപ്പൊ ഇനി ഇവന്റെ മോട്ടിച്ച സൈക്കിൾ എനിക്ക് റോഡിൽ കൂടെ ചവിട്ടിക്കൊണ്ട് നടക്കാം. മുമ്പ്